മലയാള സാഹിത്യ നിരൂപകനുമായിരുന്നു ജി ശങ്കരക്കുറുപ്പ്. ഭാരതീയ സാഹിത്യത്തിൽ മലയാളത്തിന്റെ പെരുമ ആദ്യമായി എഴുതി ചേർത്ത മഹാകവിയാണ്. അദ്ദേഹത്തിന്റെ അതിപ്രസിദ്ധമായ ഒരു കവിതയാണ് ചന്ദനക്കട്ടിൽ. അധികാരം, വിധേയത്വം, പ്രകൃതി, ദയാവായ്പ്, പ്രണയം, ജന്തുസ്നേഹം എന്നിങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രാഷ്ട്രീയ ഭാവവിചാര തലങ്ങൾ ഈ കവിതയിൽ അന്തർലീനമായിട്ടുണ്ട്. ഇതാ ഈ കവിത കഥാപ്രസംഗ രൂപത്തിൽ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു 3ാം ക്ലാസ്സിലെ വാനമ്പാടിയായ കൊച്ചുമിടുക്കി യുവാന വിനോദ്. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ അതിപ്രസിദ്ധമായ ഒരു കവിതയാണ് ചന്ദനക്കട്ട്. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്ന ഈ കവിതയുടെ കുറച്ച് ഭാഗം കഥാപ്രസംഗ രൂപത്തിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നു. ചന്ദനക്കട്ട്. വേമ്പല നാട്ടിലെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വേമ്പല നാട്ടിലെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വേമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ട് കാലങ്ങളിൽ കട്ടിൽ കിടക്കാൻ സൗഭാഗ്യം ലഭിച്ചിരുന്നത് തമ്പുരാന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമായിരുന്നു എന്നതായിരുന്നു സത്യം. പൊതുജനങ്ങൾ നിലത്ത് പായ വിരിച്ച് കിടന്നുറങ്ങണം. കട്ടിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മെട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം. ആനക്കൊമ്പാകണം മേലാ പിന്നെ ആനമുഖം വേണം കാലുകളിൽ. ആനക്കൊമ്പാകണം മേലാ പിന്നെ ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ മോഹം അറിഞ്ഞയുടൻ തന്നെ തമ്പുരാൻ കൽപ്പനയായി. ആരവിടെ? മേനോക്കച്ചനോട് വരാൻ പറയൂ. മേനോക്കച്ചൻ എന്നാൽ കാര്യസ്ഥനാണ്. തമ്പുരാന്റെ കൽപ്പന കേട്ടയുടൻ തന്നെ മേനോക്കച്ചനും മേനോന്മാരും തച്ചന്മാരും നായന്മാരും ഒക്കെ ഒരു വൻ പടയായി വാക്കത്തിയും കോടാലിയും എടുത്ത് തമ്പുരാനെ ഓച്ചാനിച്ച് തൊഴുതിറങ്ങി. ചന്ദനമരം തേടി ഇളയുന്ന അവരുടെ മുമ്പിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പൂ കൊണ്ടു കടഞ്ഞ പോലെ താവുമൊളി പൂണ്ട തമ്പുരാട്ടി. തഴമ്പൂ കൊണ്ടു കടഞ്ഞ പോലെ താവുമൊളി പൂണ്ട തമ്പുരാട്ടി. തഴകീലിൻ്റെ മണം പുരണ്ടും കണങ്കാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പൂമാല ഉതിർത്തു നിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി. വേമ്പല നാട്ടിലെ തമ്പുരാട്ടി. കുറ്റിക്കാടുകളും വയലുകളും തെങ്ങുകളും താണ്ടി അവർ ഒരു അരുവിയുടെ തീരത്തെത്തി. ചന്ദനമരം തേടിയിലെന്ന അവരുടെ ചെവിയിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടികടന്നാരും വരേണ്ടെന്നാല് തലയും ചൊറിഞ്ഞു തിരിച്ചു വന്നാൽ തലയോടു കൂടി വിടില്ലൊരാളെ. നടന്ന് നടന്ന് നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതായപ്പോൾ കയ്യിൽ കരുതിയിരുന്ന പൊതിച്ചോറുണ്ണുവാനായി അവർ ഒരു അരുവിയുടെ തീരത്തേക്ക് ഇരുന്നു. കഴിക്കുന്ന ഇടയിൽ ഒരാൾ ചോദിച്ചു, അതാ അങ്ങോട്ടേക്ക് നോക്കൂ, എന്താണത്? അരുവിതൻ വക്കൽ കുറച്ചകലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ. പലമരം കണ്ടു തഴക്കമാർന്ന തലവനാശാരിതൻ ചെന്നു നേരെ. ഇടതു കൈപ്പത്തി വിലങ്ങനെ വെച്ച് ഇടതു പുരിക സ്ഫുരിച്ചു നോക്കി. ഇല ചന്ദനം തന്നെ. ഇത് കേട്ട പാതി അരുവിൽ കഴുകി എല്ലാവരും ആ ചന്ദന മരത്തിന് നേരെ കുതിച്ചു. ഒരാൾ ഒരു ചെറു ചില്ല
കൊത്തിയെടുത്ത് മണത്തു നോക്കി. ആഹാ, ചന്ദനത്തിൻ്റെ നനുത്ത ഗന്ധം. അവർ തോർത്തലയിൽ കെട്ടി വാക്കത്തെയും കോടാലിയും എടുത്ത് ആ ചന്ദനം വരച്ചത് നേരെ ആഞ്ഞു വീശിയപ്പോൾ അതാ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. പിന്നെ കോടാലുകൾ പൊങ്ങിയില്ല. അവർ നിന്നിടത്ത് നിന്ന് പരസ്പരം നോക്കി. ആരുടേതാണ് ഈ ശബ്ദം? എവിടെ നിന്നാണ് ഈ ശബ്ദം? ഇനി വല്ല വനദേവതയാണോ? ഇനി വല്ല യക്ഷിയോ മറ്റോ ആണോ? നമുക്ക് തിരിച്ചു പോകാം. ചന്ദനമയമില്ലാതെ എങ്ങനെ തിരിച്ചു പോകാൻ? തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ? മുന്നിലേക്കൊന്നു മിഴിച്ചു നോക്കി. തിരുവുള്ള പോരാ, ചടച്ചി പോരാ, തിരുമേനി കൽപ്പിച്ചിരിക്കയല്ലേ. തടി കൂടാതെ അങ്ങോട്ട് ചെന്നു പോയാൽ മെയ്യും തലയും തിരിയുമല്ലോ. നന്ദി, നമസ്കാരം.